ചേച്ചിയുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനത്തെ ഓരോ ഐറ്റംസും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ കേട്ടിട്ടില്ലേ അടുപ്പിൽ വെക്കുന്ന ഫുഡ്സിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണെന്ന്. അതേപോലെ തന്നെ ഇവിടെ ഒരു പഴമ നിറഞ്ഞ വീടും ചെറിയൊരു വിറകുപോരിയും ഒരു അടുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പാലക്കാട് ഒറ്റപ്പാലത്താണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് താറാവ് കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ പോയി കണ്ടിട്ട് വരട്ടെ. ഇപ്രാവശ്യം നമ്മൾ ബീഫാണ് എടുത്തത്. അപ്പോൾ ബീഫിലേക്ക് ഇതേ മഞ്ഞളും ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിലോട്ട് ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി കുറച്ച് എണ്ണയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വണക്കിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കണേ. അതിലേക്ക് ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായി സെറ്റ് ചെയ്തെടുക്കാം. എൻ്റെ ഉറപ്പിക്കൽ കൊണ്ടുപോവാ അമ്മ ഇതിൽ നിന്ന് എനിക്കൊരു പീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും വായിലിട്ട് തരും. ഞാനത് കുച്ചുപ്പൊടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കറി തിളച്ച് വന്നപ്പോൾ ഇതിലേക്ക് തക്കാളി ഇടേണ്ട ചുമതലയും അമ്മ എന്നെയാണ് ഏൽപ്പിച്ചത്. അതെല്ലാം വൃത്തിക്ക് ചെയ്തു എന്ന് എനിക്ക് പറയാൻ കഴിയില്ല, ബിക്കോസ് എൻ്റെ കയ്യിൽ നിന്ന് 2 പീസ് താഴെ പോയിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ അമ്മ കാണാതെ എടുത്ത് കളഞ്ഞു. എൻ്റെ അടുത്തുള്ള വിശ്വാസം കൊണ്ടാവാം അമ്മ ഇടയ്ക്കിടയ്ക്ക് അത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കറി തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ കറി ഓക്കെ ആയപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്രദറിനായിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം എന്തൊക്കെയോ ഒരു കുറവുകൾ ആ കറിക്ക് ഉണ്ടെന്ന്. നമ്മൾ കുറച്ചും കൂടി കുരുമുളകും കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ടിട്ട് ഒന്ന് വരട്ടിയെടുത്തപ്പം കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മളെ കോഴിക്കോട് ഇടയിൽ ഹോട്ടൽ സ്പെഷ്യൽ ആയിട്ടുള്ള കോംബോ ആണ് കേട്ടോ ഇത്. പഴംപൊരിയും ബീഫും അതും കൂട്ടി ഒരു പിടി